പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഏത് കാര്യത്തെയും സമീപിക്കുന്നത് അത്തരം ആളുകളോട് പൊതുവെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നിങ്ങൾ പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും മനോഭാവവും പ്രകടിപ്പിക്കുന്ന ആളുകളാവുമ്പോൾ നിങ്ങളെ ഉത്സാഹഭരിതരും ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അത്തരം ആളുകളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ആഗ്രഹിക്കും. അങ്ങനെ വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ഒരു സംഗതി ഉണ്ടാവും, ഒരു കമ്പനി നല്ലതാണ്, എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് പറയുന്ന അറിയാതെ നമുക്ക് അവർക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ സംഭാഷണങ്ങളെ അത് ആകർഷകമാക്കും, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഭാവങ്ങൾ നൽകും. ഒരാളോട് എങ്ങനെ സംസാരിക്കണം അല്ലെങ്കിൽ ആൾക്കാരോട് എങ്ങനെ ഇടപെടണം എന്നതിനെ പറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്. എങ്ങനെയാണ് അടുത്ത പോയിന്റ് എത്താണ്? നമ്മൾ ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന ഈ വിഷയത്തിൽ എങ്ങനെയാണ് മറ്റുള്ളവരോട് സംസാരിക്കേണ്ടത് എന്ന ഈ വിഷയത്തിൽ 14 രഹസ്യങ്ങൾ. ഇതൊരു പരമ രഹസ്യമല്ല, ഇത് പരസ്യമായ രഹസ്യമാണ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പലരും ഇത് പറയുമ്പോഴാണ് ഇങ്ങനെയുണ്ടല്ലേ എന്നത് ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത്. അങ്ങനെ ഓർത്തെടുക്കാൻ ശ്രമിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നത്. എന്തായാലും കമ്മ്യൂണിക്കേഷനിലെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള 14 രഹസ്യങ്ങൾക്ക് ശേഷം 15ാമത്തെ രഹസ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ജോലി എന്താണെന്ന് പറയുമ്പോൾ ആ ജോലിയുടെ കൂടെ ഒരു കഥ കൂടി ചേർക്കുക എന്നാ പറയുക. കഥ എന്ന് പറഞ്ഞാൽ നീണ്ട ഒരു കഥ, ഒരു സ്റ്റോറി ചേർക്കണം എന്നല്ല. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം. ഇവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ടോക്ക് നടത്താനായി വന്ന പ്രശസ്തനായിട്ടുള്ള ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ശ്രീജിത്ത് അല്ലേ, അദ്ദേഹം വളരെ ഒരുപാട് ക്ലയൻസ് ഒക്കെ ഉള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചാർട്ടേഡ് അക്കൗണ്ടൻസി എന്ന് പറയുന്നത്, ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്ന നിലയ്ക്ക് അദ്ദേഹം KPMG ഒക്കെ പോലുള്ള വളരെ പ്രശസ്തമായ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചു, ഇന്നലെ ജുബിനും ഐശ്വര്യമായിരുന്നു അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്തത്. ആ സമയത്ത് ഞാനിവിടെ വന്നിരുന്നു. അപ്പോൾ അതിനു മുമ്പ് എൻ്റെ കൂടെ ഒരു സുഹൃത്തു കൂടി ആയിട്ടുള്ള അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചത്, അദ്ദേഹം എന്താ പരിചയപ്പെടുത്തിയത്, സ്വയം പരിചയപ്പെടുത്തിയത് എന്താണ്? ഞാൻ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് എന്നതിനപ്പുറത്ത് ഞാൻ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് മറ്റൊരു രംഗത്താണ് എന്ന് പറഞ്ഞ് ഓർമ്മയുണ്ടോ? അതെ, ടാക്സിലാണ് അദ്ദേഹം സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് ടാക്സിൽ എങ്ങനെയാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അദ്ദേഹം എന്താണ് എന്ന് വളരെ ചുരുങ്ങിയ വാക്കുകൾ അദ്ദേഹം വിശദമായി നമ്മളെ അറിയിച്ചു അല്ലേ, നമുക്ക് വളരെ ക്ലാരിറ്റി തന്നു. അപ്പൊ ചില മനുഷ്യർ വന്നിട്ട് നമ്മളൊരു ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ, ഞാനൊരു ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാന്ന് പറയുന്നതിനപ്പുറത്ത് അദ്ദേഹം എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്, അതല്ലെങ്കിൽ വേറെ എന്തിലാണ്. അപ്പൊ ഓരോരുത്തരും അവരുടെ തൊഴിലിനെ കുറിച്ച് പറയുമ്പോൾ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെ നമുക്ക് അവനവന്റെ ജോലിയെ കുറിച്ച് പറയുമ്പോൾ ഒരു കഥ കൂടി ചേർക്കാൻ പറ്റുക എന്നത് വളരെ പ്രധാനമാണ്. ഒരു കഥ കൂടി, അപ്പോൾ അത് മറ്റുള്ളവർക്ക് കൂടുതൽ ക്ലാരിറ്റി കിട്ടും. അപ്പോൾ അങ്ങനെ ക്ലാരിറ്റി കിട്ടുമ്പോൾ ഈ എളുപ്പം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംഭാഷണം തുടരാൻ. ഇപ്പോൾ ശ്രീജിത്ത് നമ്മളോട് പറഞ്ഞത് ടാക്സിലാണ് അത് സ്പെഷ്യലൈസ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ടാക്സേഷനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ അവസരമുണ്ടായി. അത് അദ്ദേഹം ടാക്സിന്റെ ലോകത്തെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ അദ്ദേഹം അബ്രോഡ് എന്താണ് ഈ പ്രവാസി ടാക്സിന്റെ കഥ പറഞ്ഞു. നമുക്കറിയാത്തൊരു വലിയ കഥയാണ് അല്ലെ, ആ ലോകം തുറന്നു. ഇങ്ങനെ നമുക്ക് പലപ്പോഴും നമ്മുടെ കൂടെ നമ്മളെ കാണാൻ വരുന്ന, നമ്മൾ സംസാരിക്കാൻ വരുന്ന ആളുകളുമായിട്ട് നമുക്ക് കുറേ കൂടെ വിശാലമായിട്ടുള്ള ഒരു അറിവ് നമുക്ക് നൽകും എന്നാണ് അങ്ങനെ പറയുന്നതിലൂടെ. അങ്ങനെയാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു നമ്മുടെ പേര് പറയുമ്പോൾ, ജോലി പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു സ്റ്റോറി കൂടെ ചേർത്തുകൊണ്ട് പറയുക. നമ്മൾ അതിൻ്റെ ഒരു ചുറ്റുവട്ടം കൂടെ വിശദാംശങ്ങളോട് ചേർത്തുകൊണ്ട് പറയുക. അപ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാനൊരു ഫിലിം മേക്കർ ആണെന്ന് പറയുമ്പോൾ, എന്താണ് ഫിലിം മേക്കർ എന്നൊക്കെ, ഞാനൊരു തിരക്കഥാകൃത്താണ്, സംവിധായകനാണ്, ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ ആ പാട്ട്, നിങ്ങൾ ഇന്ന പാട്ട് കേട്ടിട്ടുണ്ടാവും അല്ലോ, ഇന്ന സിനിമകളൊക്കെയാണ് ഞാൻ ചെയ്ത സിനിമ, അവർ ചോദിക്കുന്നതിന് മുമ്പേ അവർക്ക് വളരെ പെട്ടെന്ന് തന്നെ എന്നെക്കുറിച്ച് കൂടുതൽ പറഞ്ഞു എന്ന് തോന്നാത്ത വിധത്തിൽ അപ്പോൾ അവർ പെട്ടെന്ന് മനസ്സിലാക്കും നമ്മൾ ആരാണെന്ന്. ഞാനൊരു ഫിലിം മേക്കറാണെന്ന് മാത്രം പറയും, ഒഴിഞ്ഞു മാറുന്നതെന്ന് തോന്നാതെയാണ് പറയുക. അപ്പം അങ്ങനെ പറയാൻ ശ്രമിക്കണമെന്നാണ് പറയുന്നത്. ഈ 16ാമത്തെ ഈ ആശയവിനിമയ രഹസ്യത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളൊരു പരിചയം ഒരാളോട് പറയുമ്പോൾ അതിന് കൊടുത്തൊരു ആശയം കൂടി ചേർത്ത് പറയുക എന്നതാണ്. നിങ്ങളുടെ പേര് പറയുമ്പോൾ ഞാൻ ഒരു ജുബിനാണ് എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ വ്യക്തിത്വത്തെക്കുറിച്ച് ഞാനൊരു അവതാരകൻ കൂടിയാണ്. ജുബിൻ എന്ന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരാളെ കാണുമ്പോൾ, എൻ്റെ പേര് ജുബിൻ തോമസ് എന്നാണ്, എവിടെയ സ്ഥലം തിരുവല്ലയാണ്. ജുബിൻ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുന്നതിന് പകരം ജുബിൻ തോമസ്, ഞാൻ ABC എൻ്റർടൈൻമെൻറ്റ്സ് ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും, യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ മെറ്റയിലുള്ള ചാനലിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഞാൻ അവിടെ വർക്ക് ചെയ്യാണ്, ഞാൻ അവിടുത്തെ ഒരു അവതാരകനാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഒരു പ്രോഗ്രാം പ്രൊഡ്യൂസറാണ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങളെക്കുറിച്ച് ഒരു ചിത്രം വ്യക്തമായി അല്ലേ. പിന്നീട് അവർ ചോദിക്കേണ്ടത് വിചാരിച്ചിരിക്കുകയല്ല,
ആ വ്യക്തമാണ്, ക്ലിയർ ആണ്. നിങ്ങളെക്കുറിച്ച് ധാരണയുണ്ടാവും. നിങ്ങളൊരു മീഡിയ പേഴ്സൺ ആണെന്ന് നിലയ്ക്ക് അവർക്ക് നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടാവും. അത് നിങ്ങൾ ഇനിയിപ്പോൾ ഏത് തരത്തിലുള്ള ജോലി ആവട്ടെ, നിങ്ങളൊരു ക്ലർക്കോ അല്ലെങ്കിൽ നിങ്ങൾ സൂപ്പറായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ പോലും പെട്ടെന്ന് പറയുന്നത് എങ്ങനെയാ, ഞാനൊരു സൂപ്പറായിട്ട് ജോലി ചെയ്യാണ് എന്ന് പറയുന്നതിന് പകരം ഞാൻ കൊച്ചിൻ GCDയിൽ ഗ്രേറ്റർ കൊച്ചി അതോറിറ്റിയിൽ സൂപ്പറായിട്ട് ജോലി ചെയ്യുകയാണ്. അപ്പോൾ കേൾക്കുന്ന ഒരാൾക്ക് GCDയിൽ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ കൊള്ളാത്തൊരു സ്ഥലത്താണല്ലോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ കൊള്ളാത്തൊരു കമ്പനിയിലാണല്ലോ. ചെറിയ ജോലിയാണ്, പക്ഷെ അതിനോട് ചേർത്ത് വെക്കുമ്പോൾ അതിനൊരു ഭംഗി ഉണ്ടാവുന്നു, വലിപ്പം ഉണ്ടാവുന്നു എന്നാണ്, അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവുന്നു എന്നാണ്. അപ്പൊ നമ്മൾ അങ്ങനെയുള്ള ഒരു ആരെങ്കിലും കാണുന്ന ഇങ്ങനെ സംഭാഷണത്തിൽ വഴി തുറക്കുമ്പോൾ നിങ്ങളെ എളുപ്പത്തിൽ അവർക്ക് ഓർമ്മിച്ചു വെക്കാനും ഒക്കെ കഴിയും. പിന്നീട് എപ്പോഴെങ്കിലും ഒരു ചാനലിനെ കുറിച്ചോ അല്ലെങ്കിൽ ABC ചാനൽ കാണുമ്പോഴോ ഉടനെ ജുബിന്റെ പേര് അവർക്ക് ഓർമ്മ വരും. അപ്പോൾ ഓർമ്മ വരും, മനസ്സിലായില്ലേ? കണക്ട് ചെയ്യാനുള്ള ഒരു ഇമേജോ അല്ലെങ്കിൽ ഒരു ഓർമ്മിക്കാനുള്ള ഒരു കീവേഡോ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞു. ഒരു ജുബിൻ തോമസ് എന്ന് പറഞ്ഞാൽ അവർ ഓർക്കണം എന്നില്ല. ഏതോ ഒരു ജുബിൻ തോമസ് മറന്നുപോയി, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് നമ്മളതിനെ കാണേണ്ടത്. 17ാമത്തെ ആശയവിനിമയ രഹസ്യത്തിലേക്ക് പോയാൽ സംസാരത്തിൽ ശ്രദ്ധ മറുവശത്തേക്ക് തിരിക്കുക എന്നാണ്. എന്താണ് ഈ മറുവശം? എന്താണ് സ്പോട്ട്ലൈറ്റ് മറുവശത്തേക്ക് തിരിക്കുന്നത്? എങ്ങനെയാണ്? നിങ്ങൾ ആരെങ്കിലും ആദ്യമായി കണ്ടുമുട്ടുമ്പോൾ സംഭാഷണത്തിലെ ശ്രദ്ധ നിങ്ങളുടെ മേൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവരിലേക്ക് തിരിക്കണം. അവര് തന്നെ നമ്മളെ കുറിച്ച് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ടോപ്പിക്കിനെ പോരട്ടെ അവരെന്നെ പറയും. അവരെന്താ പറയുന്നത്? അവരിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കുക. ഇപ്പൊ ഞാൻ ജുബിനെ കണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ജുബിനിലേക്ക് തിരിച്ചിട്ട് ഞാൻ നേരെ നോക്കിയിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ജുബിൻ പത്രപ്രവർത്തനാണല്ലേ, ജുബിൻ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് പത്രപ്രവർത്തനം എന്ന് പറയുമ്പോൾ എവിടെയാണ്? ഞാൻ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാണ്. എന്നെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, നിങ്ങളെ കുറിച്ച് കൂടുതൽ തിരക്കുകയാണ്. ഐശ്വര്യ ശരിക്കും ആക്ച്വലി കൊച്ചിയിൽ വേറെ എവിടെയെങ്കിലും ജോലി ചെയ്തിരുന്നു? എവിടെയായിരുന്നു ഇതിനു മുമ്പ് വന്നത്? കൂടുതൽ അറിയാൻ ശ്രമിക്കുന്നു. അപ്പൊ കൂടുതൽ അറിയാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ കൂടുതൽ വരികയാണ്. എന്റെ ശ്രദ്ധ മുഴുവൻ നിങ്ങളിലേക്കാണ്. അല്ലാണ്ട് എന്റെ കാര്യം മാത്രം ഞാനിങ്ങനെ, നമ്മൾ ചുറ്റും കാണുന്ന ആൾക്കാർക്ക് പറ്റുന്ന ഏറ്റവും വലിയ കുഴപ്പങ്ങളൊന്നും എന്താ അറിയോ? നമ്മളെ കുറിച്ച് എന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. സെൽഫ് റൈസിംഗ് ആണ്. ഞാൻ ഇന്ന സ്ഥലത്താണ്, ഞാൻ ഇന്നതാണ്, പറയാൻ പോലും സമ്മതിക്കില്ല. അപ്പൊ അങ്ങനെ പറയാൻ പോലും സമ്മതിക്കാത്ത മനുഷ്യരെ നമ്മൾ കാണാം. മറ്റുള്ളവർ ആരാണെന്ന് പരിഗണിക്കുക പോലും ചെയ്ത് നമ്മൾ മുന്നിൽ നിൽക്കുന്ന നമ്മളെ കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾ ചോദിച്ചിട്ടായിരിക്കും പറയുന്നത്. പക്ഷെ അതിന് പകരം സ്പോട്ട്ലൈറ്റ് നേരെ തിരിച്ചു വെക്കുക, ക്യാമറ നിങ്ങളിലേക്ക് തിരിച്ചു വെക്കുക. എന്നിലേക്ക് ഞാൻ തന്നെ ക്യാമറ വെക്കുന്നതിന് പകരം നിങ്ങളിലേക്ക് തിരിച്ചു വെച്ചുകൊണ്ട് നിങ്ങളുടെ മറ്റു കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ സംഭവിക്കുക എന്താണ്? നിങ്ങളുടെ മറ്റുള്ളവരുടെ ആത്മവിശ്വാസം അത് വർദ്ധിപ്പിക്കാൻ കാരണമാകും. എന്നെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി, ഞാൻ ആരാണെന്ന് മനസ്സിലാക്കി, എന്നെക്കുറിച്ച് നിങ്ങൾക്കുള്ള ഒരു തോന്നലും മാറും, ഒരു ബഹുമാനം തോന്നും. അപ്പോൾ ഒരു അനുഭവമുള്ള വ്യക്തിയായിട്ട് എന്നെ കണക്കാക്കാൻ അത് കാരണമാകും എന്നാണ്. മറ്റുള്ളവരെ നമ്മൾ പരിഗണിക്കുന്നു എന്ന തോന്നൽ അവർക്കുണ്ടാവും എന്നാണ്. ഇനി നമ്മൾ 18ാമത്തെ ആശയവിനിമയ രഹസ്യത്തിലേക്ക് പോയ പാരറ്റിംഗ് എന്നാണ് അതിൻ്റെ പേര്. എന്താണ് പാരറ്റിംഗ്? പദങ്ങൾ ആവർത്തിച്ച് ബന്ധം വളർത്തുന്ന ഒന്നാണ്. നമ്മളൊരാളോട് സംസാരിക്കുമ്പോൾ വാക്കുകളോ ശൈലിയോ ഉപയോഗിക്കുമ്പോൾ അവർ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു കാര്യം സംസാരിച്ചപ്പോൾ ജുബിൻ പറയുകയാണ്, കഴിഞ്ഞ മാസം സംസാരത്തിനിടയിൽ പറയുകയാണ്, ഞാൻ കഴിഞ്ഞ മാസം ബാംഗ്ലൂരിൽ ഒരു കോൺഫറൻസിൽ പങ്കെടുക്കാൻ പോയി. ഉടനെ ഞാൻ തിരിച്ചു പറയുകയാണ്, പാരറ്റിംഗ് ആണ്. ആ കോൺഫറൻസ് നല്ല കോൺഫറൻസ് ആണ്, ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിരുന്നു, ഞാൻ കുറേ വീഡിയോസ് കേട്ടിരുന്നു. അവിടെ പങ്കെടുത്ത ഒരു ടോക്ക് നടത്തിയ ഒരാൾ ടെക് ടോക്ക് ഉണ്ടായിരുന്നു. ടെക് ടോക്ക് ആയിരുന്നല്ലോ മീഡിയയൊക്കെ സംബന്ധിച്ച്. അതെ, അപ്പോൾ അവിടെ നടത്തിയ അതിൽ ഗംഭീരമായിരുന്നു കേട്ടോ. അതെന്തായിരുന്നു എന്ന് ഞാൻ ചോദിക്കുകയാണ്. അപ്പം നിങ്ങളത് ആവേശപൂർവ്വം അതിനെക്കുറിച്ച് പറയുന്നു. അപ്പം നിങ്ങൾ അതിന്റെ ഭാഗമാവുക, നിങ്ങളുടെ ആ സാധനത്തിന്റെ ഭാഗമാവുകയാണ്. അപ്പോൾ അതിനെന്തായിരുന്നു പ്രത്യേകത എന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കി, അങ്ങനെ നമ്മൾ അതിനെ കുറച്ചുകൂടി പാരറ്റിംഗ് ചെയ്ത്, അതായത് അതിനെ റിപ്പീറ്റ് ചെയ്ത്, നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ട് ഞാൻ അതിലേക്ക് കടന്നുകൊണ്ട് ഇത് നിങ്ങൾ അവരെ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന് ഉറപ്പിക്കുകയും അവർക്ക് നിങ്ങൾ കേൾക്കുന്ന വ്യക്തിയാണെന്ന് തോന്നിപ്പിക്കുകയും ചെയ്യും എന്നാണ്. ഇത് സംഭാഷണത്തിൽ ആത്മബന്ധം വളർത്താൻ വളരെയധികം സഹായിക്കും. അയാൾ എന്താണോ പറയുന്നത് ആ പറയുന്ന കാര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാനുള്ള ശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക എന്നതാണ്. കൂടുതൽ അറിയാനുള്ള ശ്രമം, അത് ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ആത്മബന്ധം ഊഷ്മളമാക്കാനുള്ള ഒരു വഴിയായിട്ട്, ഒരു പാലമായിട്ട് അത് മാറും എന്നാണ്. ഇനി നമ്മൾ ആശയവിനിമയ രഹസ്യങ്ങളുടെ 19ാമത്തേതിലേക്ക് കടന്നാൽ അവരുടെ താല്പര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തുക എന്നതാണ്. അവരുടെ താല്പര്യങ്ങൾ വീണ്ടും വീണ്ടും ഉണർത്തുക. ഒരാൾ ആവേശത്തോടെയോ അഭിമാനത്തോടെയോ മുമ്പ് സംസാരിച്ച ഒരു വിഷയം പിന്നീട് വീണ്ടും ഓർമ്മിപ്പിച്ച് ചോദിപ്പിക്കുക, വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ട് അത് ചോദിക്കുക. നമ്മൾ അന്ന്
കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോൾ നിങ്ങൾ എന്തോ ഒരു ഗിറ്റാർ പഠിക്കുന്നതിനെ കുറിച്ചൊന്നും പറഞ്ഞിരുന്നില്ല. എവിടെ വരെ എത്തിയത്? കഴിഞ്ഞ പ്രാവശ്യം ഐശ്വര്യ പിന്നെ മലബാറിൽ എവിടെയോ ഒരു സ്ഥലത്ത് ബേക്കൽ കോട്ടയിലോ മറ്റേ പോകുന്ന കാര്യം പറഞ്ഞിരുന്നില്ല, പോയിരുന്നു. ഓർത്ത് പറയാണ്, കൃത്യമായി ഓർമ്മിച്ച് പറയാണ്, അത് ശീലിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അത് നമ്മൾ അവരെ വീക്ഷിക്കുന്നു, അവരെ ശ്രദ്ധിക്കുന്നു, അവരുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ അവരെ അറിയുന്നു എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിട്ട് അവർ തോന്നലുണ്ടാക്കും. ആ വ്യക്തിയുമായിട്ടുള്ള ഒരു ആഴത്തിലുള്ള ബന്ധം എന്തുവാകും കേട്ടോ. നമ്മൾ മുമ്പ് അനുഭവിച്ച ഏത് വ്യക്തിബന്ധമാകാം, വായിച്ച നിങ്ങൾ നൽകിയൊരു പുസ്തകം, നിങ്ങൾ പറഞ്ഞ പുസ്തകത്തെ കുറിച്ചാവാം, നിങ്ങൾ അന്ന് പറഞ്ഞ ആ പാട്ട് ഞാൻ കേട്ടിട്ടു, മാർവലസ്, എനിക്ക് എൻ്റെ ലൈഫിൽ ഞാൻ അടുത്ത കാലത്ത് കേട്ട ഏറ്റവും നല്ല പാട്ട്. അപ്പം ഉടനെ ജുബിൻ ആ പാട്ട് കേട്ടല്ലേ, ഭയങ്കര സന്തോഷം. ജുബിന് ആ പുസ്തകം വായിച്ചില്ലേ, എങ്ങനെ ഉണ്ടായിരുന്നു? ആ പടം കേട്ടല്ലേ? ഓ വെരി ഗുഡ്. വില കൊടുത്തു, എക്സാക്ട്ലി, ഒരു വില കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ ഓർമ്മിച്ചുകൊണ്ട് അത് ചെയ്യുമ്പോൾ ഒരു സ്നേഹബന്ധം സൃഷ്ടിക്കുകയും നിങ്ങളൊരു പ്രത്യേക വ്യക്തിയായിട്ട് കാണാൻ അവരെ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ ഫോണിലൂടെ ആണെങ്കിൽ ഒരാളൊരു കാര്യം പറയുമ്പോൾ, ഇപ്പം എൻ്റെ അസ്ലം എന്ന് പറഞ്ഞൊരു സുഹൃത്തുണ്ട് മൈസൂരുള്ള. ഈ സുഹൃത്ത് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് എല്ലാ ദിവസവും വിളിക്കുമ്പോൾ ഏതെങ്കിലും ഒരു പുസ്തകത്തെക്കുറിച്ച് പറയും. പുസ്തകത്തെക്കുറിച്ച് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഞാൻ ChatGPTയും ഒരുപാട് AI സൗകര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഉടനെ തന്നെ പോയിട്ട് അതിന്റെ സമ്മറി എടുക്കും. വളരെ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഞാനത്, ജുബിനറിയാലോ എൻ്റെ വർക്കിന്റെ രീതി എന്ന് പറയുന്നത്. അപ്പം ഞാനതൊരു പഠനത്തിന്റെ ഭാഗമായിട്ട് അത് എടുക്കും. എടുത്തിട്ട് ഞാൻ പിറ്റേ ദിവസം അയാൾ വിളിക്കും, എല്ലാ ദിവസവും രാവിലെ വിളിക്കുമ്പോൾ അസ്ലമിനോട് പറയും, അസ്ലം ഞാൻ മറ്റത് ഇന്ന് രാവിലെ അസ്ലം പറഞ്ഞു, നിങ്ങളത് പെട്ടെന്ന് തന്നെ വായിച്ചില്ലേ, നിങ്ങളത് പെട്ടെന്ന് മനസ്സിലാക്കിയല്ലേ, വെരി ഗുഡ്, ഒരു പ്രത്യേക സന്തോഷം. ഞാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് കുറേ വേറെ പുസ്തകത്തെ കുറിച്ച് പറയാം. നന്നായി വായിക്കുന്ന ആളാണ്. അപ്പോൾ അയാൾക്ക് എത്ര സന്തോഷമായി, അയാൾ ഞാനുമായിട്ടുള്ള ആത്മബന്ധം വളരെ പെട്ടെന്ന് ആഴത്തിലേക്ക് അങ്ങ് സൃഷ്ടിക്കപ്പെടുന്നു എന്ന് പറയാം. ഇത് വായനയുടെ കാര്യത്തിൽ മാത്രമല്ല, എന്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതും പ്രയോഗിക്കാവുന്നതുമാണ്. ആളുകൾക്ക് വില കൊടുക്കുന്നു എന്നാണ്. 20ാമത്തെ ആശയവിനിമയ രഹസ്യം എന്താണ്? പോസിറ്റീവ് ചിന്തയും ഭാഷയും പറഞ്ഞുകൊണ്ട് പ്രചോദിപ്പിക്കുക എന്നാണ് മറ്റുള്ളവരെ. നിങ്ങളുടെ സംഭാഷണത്തിൽ വാക്കുകൾക്കും ഭാവങ്ങൾക്കും പോസിറ്റീവായ ഭാവം നൽകുക. നെഗറ്റീവ് പ്രതികരണങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് സാഹചര്യങ്ങളെ ശുഭാപ്തി വിശ്വാസത്തോടെ സമീപിക്കുക. ഇവിടുത്തെ കാലാവസ്ഥ ഭയങ്കരമാണ് എന്ന് പറയുന്നതിന് പകരം, ഒരു സ്ഥലത്തെ കാലാവസ്ഥ ഭയങ്കരമാണെന്ന് പറയുന്നതിന് പകരം ഒരു വ്യത്യസ്ത അനുഭവമാണെന്ന് പറയാം. ഭയങ്കര തണുപ്പാണ്, അയ്യോ എന്ന് പറയുമ്പോൾ നല്ല സുഖമുള്ളൊരു തണുപ്പാണ്. ചില ആളുകൾക്ക്, ആരോഗ്യത്തിന്റെ പ്രശ്നമുള്ള ആളുകൾക്ക് ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമെങ്കിലും എന്ന് പറയാം. ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ഏത് കാര്യത്തെയും സമീപിക്കുന്നത് അത്തരം ആളുകളോട് പൊതുവെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. എനിക്കിപ്പോൾ പലപ്പോഴും ആളുകളുണ്ട്, ചില ആൾക്കാർ നെഗറ്റീവായിട്ട് സംസാരിക്കുന്ന ഒത്തിരി പേരുണ്ട്, സുഹൃത്തുക്കൾ. പരമാവധി ഞാൻ അറിയാതെ പോലും അവരുടെ മുന്നിൽ പെടാറില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അറിഞ്ഞുകൊണ്ട് പെടാറില്ല, അറിയാതെന്നല്ല, അറിയാതെ പെട്ടാലും ഞാൻ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങൾ ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ കുറേ കഴിയുമ്പോൾ അവർ തന്നെ എന്നോട് പറയാൻ തുടങ്ങി, നിങ്ങൾക്ക് ഞാൻ ഈ നെഗറ്റീവായിട്ട് പറയുന്നത് ഇഷ്ടമല്ലല്ലേ എന്ന് ചോദിച്ച സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ അത് കേൾക്കുന്നത് ചീത്ത വാർത്തകൾ പ്രചരിപ്പിക്കുന്ന ആളുകളായി മാറരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ചീത്ത വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആ വാർത്ത ഫോർവേഡ് ചെയ്യുക, വാട്സപ്പിലൂടെയോ മറ്റു സ്ഥലങ്ങളിലൂടെയോ ഫോർവേഡ് ചെയ്യുക. ഫോൺ വിളിച്ച് അറിഞ്ഞോ എന്ന് വിളിച്ചിട്ട് ആകാംക്ഷാപൂർവ്വം ഈ കഥ പറയുക. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ ഡിസാസ്റ്റർ വരുമ്പോൾ അതൊക്കെ അറിയിക്കണം കേട്ടോ. നെഗറ്റീവ് ന്യൂസാണത്, പക്ഷെ ഡിസാസ്റ്റർ അറിയിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു കൊടുങ്കാറ്റ് വരുന്നു, വലിയ മഴ വരുന്നു, ശ്രദ്ധിക്കണം. അതല്ല ഇന്ന തടസ്സം വരാൻ പോകുന്നു, അവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ട്, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. രോഗാവസ്ഥ വരാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. പക്ഷെ ഞാൻ പറയുന്നത് അതല്ല, തൊട്ടതിനും പിടിച്ചതിനും മുഴുവൻ നെഗറ്റീവ് വർത്താനം പറയുകയും അതിലേക്ക് മാത്രം നോക്കുകയും ചെയ്യുന്ന ആളുകളോട് ഉള്ള സമീപനമാണ് ഞാൻ പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ആളുകളായി മാറരുത്. നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡും മനോഭാവവും പ്രകടിപ്പിക്കുന്ന ആളുകളാവുമ്പോൾ ഇത് നിങ്ങളെ ഉത്സാഹഭരിതരും ആത്മവിശ്വാസമുള്ള വ്യക്തിയായിട്ട് കാണാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കും. നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് അത്തരം ആളുകളുടെ കൂടെ ഇരിക്കാൻ വേണ്ടി മറ്റുള്ളവർ ആഗ്രഹിക്കും, വെറുതെ ആഗ്രഹിക്കും. അയാൾ വരുമ്പോൾ എന്തോ ഒരു പോസിറ്റീവ് ഒരു സംഗതി ഉണ്ടാവും, എന്തോ ഒരു കമ്പനി നല്ലതാണ്, എന്തോ ഒരു ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് പറയുന്ന അറിയാതെ നമുക്ക് അവർക്ക് തോന്നും. അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ സംഭാഷണങ്ങളെ അത് ആകർഷകമാക്കും, പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഭാവങ്ങൾ നൽകും എന്നാണ് പറയുന്നത്. മറ്റത് ആസുരഭാവം നൽകും, ഒരുതരം വല്ലാത്തൊരു ടെറിബിൾ ആയിരിക്കും. അതുകൊണ്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത്. സോഫ്റ്റ് ആയിക്കോട്ടെ, കുറച്ചുകൂടി സന്തോഷമായിക്കോട്ടെ എന്നാണ്. ഇനി 21ാമത്തെ രഹസ്യം എന്താണ്? പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് പുറത്തിറക്കുക. പുത്തൻ കാര്യങ്ങൾ. നിങ്ങളിപ്പോൾ രണ്ടുപേരും മാധ്യമ പ്രവർത്തകരാണ്. നിങ്ങൾ രണ്ടുപേരും മാധ്യമ പ്രവർത്തകരെന്നായിരിക്കും. നിങ്ങൾ ഇവിടേക്ക് രാവിലെ വരുമ്പോൾ രാവിലെ 9 മണിക്ക് ഇവിടെ എത്തണം, ഇവിടെ പങ്കെടുക്കണം. വരാൻ പോകുന്ന ആള് ഇവിടെ ഇന്റർവ്യൂവിന് വേണ്ടി വരാൻ പോകുന്ന ആള് ഇപ്പം ഇന്നിപ്പം എനിക്ക് തോന്നുന്നത് ഈ ഒരു ഷൂട്ടിന് ശേഷം വരാൻ പോകുന്നത് ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ വലിയൊരു വ്യവസായിയാണ്. അദ്ദേഹം കുടുംബവും വരാൻ പോകുന്നു. അപ്പോൾ ആരാന്നുള്ള സസ്പെൻസിൽ ഇരിക്കട്ടെ.
അപ്പോൾ അങ്ങനെ വരാൻ പോകുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പഠിച്ചുകൊണ്ട് ഇറങ്ങുക, അദ്ദേഹം ആരാണെന്ന് മനസ്സിലാക്കിയിട്ടിരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു പ്രത്യേകതയുണ്ടല്ലോ, ഒരു ഡെവലപ്മെന്റ് ഇല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞാൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ആളുകളെ കാണാൻ പോകുമ്പോൾ സംഭാഷണം തുടങ്ങാൻ സഹായിക്കുന്ന പുതിയ വിഷയത്തെക്കുറിച്ച് ഒക്കെ ഒരു ധാരണ ഉണ്ടാക്കുക എന്നാണ്. നമുക്കൊരു ധാരണ ഉണ്ടാവും. വരുന്ന വഴിക്ക് വെച്ച് കാണാം, അവരെന്തെങ്കിലും പറയുമ്പോൾ അതൊക്കെ പിടിക്കാം എന്ന് പറയുന്നതിനപ്പുറത്ത് ഒരു കുറച്ചുകൂടി അപ്പം ഇന്നിപ്പോൾ വരുന്ന ആ വ്യക്തി എന്നോട് ചോദിച്ചു, അവിടെ ഇരിക്കുന്ന ആരൊക്കെയാണ് ഇരിക്കുന്നത് എന്ന് ചോദിച്ചാൽ എന്നോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത് ആ ആളുകളൊക്കെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ചോദ്യങ്ങളാണോ ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവർക്കത് താല്പര്യം ഉണ്ടാക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം നമ്മൾ പുറത്തിറങ്ങുന്നതിന് പുതിയ വാർത്താ സംബന്ധമായിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഒരുപാടുണ്ട്. വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രധാന ദിനപത്രങ്ങളുടെ തലക്കെട്ടുകൾ നോക്കാം, സോഷ്യൽ മീഡിയയിലെ ട്രെൻഡിങ് വിഷയങ്ങൾ ശ്രദ്ധിക്കാം. ഇപ്പം ഞാനെപ്പോഴും പുറത്തിറങ്ങുമ്പോൾ പിന്നെ ഗാർഡിയൻ അടക്കമുള്ള ലോകത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങൾ എല്ലാ ദിവസവും രാവിലെ ഇറക്കുമ്പോൾ ഓൺലൈനിൽ അത് നോക്കിയിട്ട് മനസ്സിലാക്കി വായിച്ചിട്ടാണ് വരിക. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള ഹെഡ്ലൈൻസ് ഒരു 10 മിനിമം ഒരു 10 എടുത്തിട്ട് ഞാനത് വിശദമായി വായിക്കും. അപ്പോൾ അത് വിശദമായി വായിച്ച് ഇംഗ്ലീഷ് വായിച്ചിട്ട് എന്തെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ഞാൻ അവിടെ ഇരിക്കുകയല്ലേ ChatGPT അല്ലെങ്കിൽ ഇരിക്കുകയല്ലേ ജെമിനയൊക്കെ, ഉടനെ തന്നെ ട്രാൻസ്ലേഷൻ കൊടുക്കും. വളരെ വിശദമായിട്ട് അതിനകത്ത് എന്തെങ്കിലും ഒരു ടേമൊക്കെ ഉണ്ടെങ്കിൽ, ഒരു പുതിയ പ്രയോഗം ഉണ്ടെങ്കിൽ അതിന് ചരിത്രപരമായ സംഗതി എന്താണ്, ഉടനെ അത് പരിശോധിക്കാനായി പോകും. എന്നിട്ട് അത് പരിശോധിക്കുമ്പോൾ വേറെ എന്തെങ്കിലും കിട്ടും. അപ്പം നമുക്ക് പുതിയ ചരിത്രബോധം ഉണ്ടാവുന്നു, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ ഉണ്ടാവുന്നു. അത് നമ്മൾ അന്ന് സംസാരിക്കുന്ന ആ സ്ഥലത്ത് പുതിയൊരു കാര്യമായിട്ടൊക്കെ നമ്മൾ സാന്ദർഭികമായി നമ്മൾ പ്രയോഗിക്കും, നമ്മൾ കണക്ട് ചെയ്യും ഈ ചരിത്രപരമായ. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമ്മളെക്കുറിച്ചൊരു വലിയ ഒരു ഒരു അഭിമാനം അല്ലെങ്കിൽ ഒരു ഗൗരവമുള്ള ഒരാൾ ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ സംസാരിക്കുന്ന ഒരാളെന്നൊരു തോന്നലുണ്ടാവും. അപ്പോൾ വെറുതെ ഒരാൾ മാത്രമല്ല, അയാളോട് ചോദിക്കും. ഞാനിത് ഭയങ്കരമായിട്ട് ഇത് ആൾക്കാരുണ്ട്, നമുക്ക് ഇന്നയാളോട് ചോദിച്ചു നോക്കാം, എന്നോട് ചോദിച്ചു നോക്കാം എന്ന് പറയുന്ന ഒത്തിരി സുഹൃത്തുക്കളുണ്ട് എൻ്റെ അടുത്ത്. ഞാനൊന്നും അത്രയും അറിവുള്ള ആളൊന്നുമല്ല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നലുണ്ടാക്കുന്നതിന് കാരണം ഇതാണ്. നമ്മൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുക. ഇപ്പം റഷ്യയെക്കുറിച്ച് എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടാകുന്നതിനെടുക്കുക, അത് ഇങ്ങനെയും കൂടിയുണ്ട്. റഷ്യയും പിന്നെ ബാൾട്ടിക് രാജ്യങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ ഇതാണ്, റഷ്യയുടെ ചരിത്രം ഇതാണ്, അല്ലെങ്കിൽ റഷ്യയുടെ ചക്രവർത്തിയായ പീറ്റർ ദ ഗ്രേറ്റർ സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ സ്വപ്നമാണ് പുടിൻ ഇപ്പോൾ നടപ്പാക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ കീവിൽ നടക്കുന്നതിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണ്, അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം എന്താണ്, റഷ്യൻ ഓർത്തഡോക്സ് ചർച്ചിന്റെ വിഷയം എന്താണ്, അതല്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന തായ്വാൻ കടലിടുക്കിൽ ചൈനയും ജപ്പാനും തമ്മിലുള്ള വിഷയം എന്താണ്, നമ്മളെ പ്രധാനമന്ത്രിയും ജപ്പാൻ പ്രധാനമന്ത്രി പിന്നെ തകൈച്ചിയും തമ്മിലുള്ള പരസ്പര ബന്ധം എന്താണ്, അവർ വെളുപ്പിന് 4 മണിക്ക് 3 മണിക്ക് ഉണരുന്നവരാണ്. ഇങ്ങനെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ചരിത്രബോധം നമുക്കുണ്ടാവും, വായനയിലൂടെ നമുക്ക് കിട്ടുന്ന. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വിഷയം ഏതാണോ ആ വിഷയത്തിലൂടെ പ്രമുഖരായ വാർത്താ പ്രവർത്തകർ, പ്രമുഖരായ അവതാരകർ, അല്ലെങ്കിൽ വാർത്താ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിലെ പ്രധാനപ്പെട്ട സുപ്രധാന വിഷയങ്ങൾ, ഡോക്ടേഴ്സ്, എഞ്ചിനീയർമാർ, ഏത് ജോലിയാണോ അവർ ചെയ്യുന്നത് എവിടെയും ആകട്ടെ, ആ രംഗത്തുള്ള പുതിയ 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 അപ്ഡേഷൻസ് ഒക്കെ പഠിച്ചുകൊണ്ട് നമ്മൾ പോകുന്നത് നമ്മുടെ സംഭാഷണങ്ങളെ കാലികമായ അറിവുള്ള ഒരാളായിട്ട് നമ്മൾ മാറും. ഇനിയിപ്പോൾ അവരുടെ അംഗീകാരം നേടാൻ മാത്രമല്ല, നമുക്കത് അറിവുണ്ടാവുന്നത് നമ്മുടെ പ്രവൃത്തിയെയും സഹായിക്കും എന്നുള്ളതാണ്. അപ്പോൾ അയാളോട് ചോദിച്ചാൽ കാര്യങ്ങൾ അറിയാം എന്ന് പറയുകയും, എന്നാൽ അതൊന്നും അറിയാത്ത പോലെ ചുമ്മാ നിസ്സാരമായിട്ട് നടക്കുകയും ചെയ്യും. അതൊന്നും തലക്കേറ്റ് നടക്കുകയും വേണ്ട, ആവശ്യമുള്ളിടത്ത് നമ്മളത് വിളമ്പും എന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വന്ന് കയറുമ്പോൾ തന്നെ ചുറ്റുപാടും നോക്കിയിട്ട് വേണം നമ്മുടെ വിജ്ഞാനം വിളമ്പാൻ, അല്ലെങ്കിൽ അതിന് സന്ദർഭത്തിന് യോജിക്കാത്തതാവും. നമ്മൾ കയറി വന്നിട്ട് ഇവിടെ വേറെ വളരെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ഒരു വിഷയം സംസാരിച്ചിരിക്കുമ്പോൾ റഷ്യയിൽ എന്തൊക്കെയാണ് നടക്കുന്നത് എന്ന് പറഞ്ഞ് ഞാൻ കയറി വന്നു കഴിഞ്ഞാൽ അത് അഭംഗിയായി മാറും. ഇങ്ങനെയാണ് കാണേണ്ടത്. നമ്മളിപ്പം ഈ പ്രദേശം ഒരു ഹൗ ടു ടോക്ക് ടു എനിവൺ എന്ന പുസ്തകത്തെ ആസ്പദമാക്കി സംസാരിക്കുകയാണെങ്കിൽ പലതും നമ്മുടെ ജീവിതത്തിൽ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. താങ്ക്സ് ലോട്ട് സർ. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.